ലതാജി അമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഓണത്തിന് ഇലയിൽ വിളമ്പാനുള്ളൊരു സൈഡ് ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ബീറ്റ്റൂട്ട് വേണം അതിലേക്ക്, 2 പച്ചമുളക് വേണം. ബീറ്റ്റൂട്ട് നന്നായിട്ട് ചെറുതായി ഗ്രേറ്റ് ചെയ്തത്, അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് ഒരു ചട്ടിയിലിട്ടിട്ട് ഗ്യാസ് ഓണാക്കിയിട്ട് അതിൽ വയ്ക്കുക. അപ്പോൾ ഒരു അതിലേക്ക് പാകമുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കിയിട്ട് അത് അടുപ്പത്ത് മൂടി വയ്ക്കണം. പിന്നെ അതിലേക്ക് വേണ്ട അരപ്പിനായിട്ട് അരമുറി നാളികേരം ചെരുകിയത് വേണം, 2 പച്ചമുളക് വേണം, പിന്നെ ഒരു ഗ്ലാസ് തൈര്. അതാണ് അരപ്പിലേക്ക് വേണ്ടത്. അപ്പോൾ ഇത് വെള്ളമൊക്കെ പാകമാക്കി ചേർത്ത് ഇളക്കിയിട്ട് അടുപ്പ് മൂടി വെച്ചിട്ടുണ്ട്. ഇനി അരപ്പ് തയ്യാറാക്കാം. നാളികേരം എടുത്തിട്ട് മിക്സിയുടെ ജാറിലിടുക. പച്ചമുളക് അതിൽ കൂടെ ചേർത്തിട്ട് ചട്നിയുടെ പരുവത്തിൽ അരച്ചെടുക്കണം. അരവ് ചട്നിയുടെ പരുവത്തിലുള്ള അരവാകുമ്പോൾ മിക്സിയുടെ ജാറ് മൂടി തുറന്നിട്ട് അതിൽ ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കണം. അപ്പോൾ കടുക് ഇടുന്നുണ്ട് ഞാൻ. കടുക് അതോടുകൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ അത് അരച്ചെടുക്കാം. പിന്നീട് അത് അരച്ച ആ അരപ്പ് ഈ ബീറ്റ്റൂട്ടിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം അത് ഗ്യാസ് ഓഫാക്കി വെച്ചിട്ട് അതിൻ്റെ പച്ചമണമൊന്നും കടുകിൻ്റെ പച്ചമണമൊന്നും പോകാൻ പാടില്ല. അപ്പോൾ അത് ഗ്യാസ് ഓഫാക്കണം, എന്നിട്ട് ഇളക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയിട്ട് ബാക്കിയുള്ള തൈരും കൂടി അതിൽ കൂടെ ചേർക്കണം. മിക്സിയുടെ ജാറിലുള്ള നാളികേരമൊക്കെ നന്നായി തുടച്ചിട്ടിട്ട് പിന്നെ നന്നായി ഇളക്കുക. അപ്പോൾ അത് വീണ്ടും തൈരുള്ളത് അതിൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി പാകമാക്കിയിട്ട് അങ്ങനെ വയ്ക്കാം. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഇളക്കി പാകമാക്കുകയാണ്. അത് അങ്ങനെ നല്ലോണം മിക്സായിട്ട് ഉപ്പൊക്കെ പാകമാക്കിയിട്ട് ഉപ്പും പുളിയൊക്കെ പാകമാണോ നോക്കിയിട്ട് പിന്നെ തൈര് ബാക്കിയുള്ളതും കൂടി ഒഴിക്കാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പാകമാക്കിയിട്ട് അങ്ങനെ വെക്കാം. എന്നിട്ട് ഇപ്പോൾ തൈര് ഒഴിച്ചു അത് നന്നായിട്ട് ചേർത്ത് ഇളക്കുന്നുണ്ട്. ഇനി അതങ്ങനെ ചേർത്ത് ഇളക്കിയിട്ട് അങ്ങനെ വയ്ക്കാം. പിന്നെ അടുത്ത അടുപ്പിൽ ഒരു ചീനിച്ചട്ടി വയ്ക്കാം. അതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. അത് അടുപ്പത്ത് ചീഞ്ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടാവട്ടെ. അപ്പോൾ 2 ഉണക്കമുളക് പൊട്ടിച്ചത് അതിലിടാം, വേപ്പില, പച്ചമുളക്, ഇത് കടുകും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ട് വറുത്ത് കോരിയിട്ട് ഈ കറിയിലേക്ക് ഇടുക. കടുക് പൊട്ടി തുടങ്ങി, അത് മൂത്തു, കറിയിലേക്ക് ഇടാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്തറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.